ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, അഭിഷക്തന്മാർ, പിതാക്കന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യെശയ്യാപ്രവചനം 57 അധ്യായം അതിൻ്റെ 18 വാക്യം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്കും തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുൾ ചെയ്യുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ നസറീനായ യേശുവിൻ നാമത്തിൽ ഉടയട്ടെ. സാത്താനിക ശക്തികളെ തകർക്കുന്നു. റീമൻ ഹൗഡം ഹൽത്തം റിഗല ഹസ്തനിയ റൊബോന ഹഷൽ റിയാല ഹസ്തിയ മൗന ഹസ്തിയ റൊബദോനു ഹസ്തിയ ദുബൻ ഹദാരികഷി ഹൗഡ ഹസ്തിയ. കഥാവെ, വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. കർത്താവെ, അനേക കുടുംബങ്ങൾ നിരാശയോടെയും ഭാരത്തോടെയും രോഗാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട്. രോഗാവസ്ഥകളെ കൊണ്ടുവന്ന് കുടുംബത്തെ അസമാധാനങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ. യു കമാൻഡിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹബെല്ലാൻത റോബനാദി നോഷൽ ഹസ്തം റഗൽ ഹിയാന്തനിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബത്തിൻ്റെ അസമാധാന ശക്തികൾ, എല്ലാ കലഹത്തിൻ്റെ വ്യാപാര ശക്തികൾ നസറീനായ യേശുവിൻ നാമത്തിൽ കേൾക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾ, ഭവനമണ്ഡലങ്ങളിൽ നിന്നും മാറട്ടെ. യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ എന്നെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ വഴികളെ അറിയുന്ന ദൈവം, നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്ന ദൈവം, അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ മാറോട് ചേർക്കുന്ന ദൈവമാണ്. ഈ വേളയിൽ ഭാരപ്പെട്ട് വഴിതെറ്റി നടക്കുന്ന വ്യക്തിമണ്ഡലമേ, നിൻ്റെ ഭാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ പ്രയാസങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് നിനക്ക് അവൻ പുതുവഴികൾ, പുതുവാതിലുകൾ തുറക്കുകയാണ്. നീ നിരാശപ്പെടുന്ന ചില രോഗ അവസ്ഥകളുടെ മേൽ കർത്താവ് ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. റീബൽ ഹസ്തം ഷൗഡം ഹസ്തിയ. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം തൻ്റെ അത്ഭുതകരം നിൻ്റെ മേൽ തൊട്ട് ചില രോഗാവസ്ഥകളെ ഇന്ന് വിടുവിക്കുന്ന ദിവസമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീ ഒന്ന് ആമേ എന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നവർ, നിൻ്റെ ജീവിതത്തിൽ വിടുതലും സമാധാനവും നൽകുന്ന ദിവസമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചില വ്യക്തിമണ്ഡലങ്ങളുള്ള രോഗശക്തികൾ, റംഷൽ ഹസ്തം റോബൽ ഹസ്തിയ, എല്ലാം യേശുവിൻ നാമത്തിൽ അത് ഉടഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ആണിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വന്നുമിരിക്കുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്കും തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഈ വേളയിൽ ഭാരത്തോടെ ദുഃഖിക്കുന്ന, പല വിഷയത്തിൻ്റെ മേൽ ദുഃഖിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം നിന്നെ വെറുതെ ആശ്വസിപ്പിക്കുന്ന ദൈവമല്ല. മനുഷ്യൻ്റെ വാക്കുകൾ പലപ്പോഴും നമ്മളെ വാക്കുകളാൽ ആശ്വസിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആശ്വാസം അതല്ല. നീ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ, ഏത് വിഷയത്തിൻ്റെ പ്രശ്നത്തിൻ്റെ മതിൽ നിൽക്കുന്നുവോ, അതിൽ നിന്ന് നിന്നെ വിടുവിച്ച് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. അവൻ ഞാനാകുന്ന ദൈവമാണ്. അവൻ എൽ ഷഡായായ ദൈവം. ആ ദൈവം നിന്നെ ഇന്ന്, നീ ചില ദുഃഖിക്കുന്ന മേഖലകളുണ്ട്, നീ വർഷങ്ങളായി ദുഃഖിക്കുന്ന ചില മേഖലകൾ, എൻ്റെ വീട് ജപ്തി ചെയ്ത് പോകുമോ എന്ന് ഭാരപ്പെടുന്ന കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഭാരപ്പെടുന്ന ചില ദുഃഖിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ ഭവനത്തിൻ്റെ കോണുകളിൽ ഇരുന്നുകൊണ്ട്, കട്ടിലിൽ കടന്നുകൊണ്ട്, അതല്ല ഇരുന്നു കൊണ്ട് ഭാരപ്പെട്ട് കണ്ണീരൊഴിക്കുന്ന ദുഃഖിക്കുന്ന പ്രിയ പിതാവേ, പ്രിയ സഹോദര, പ്രിയ മാതാവേ, നിൻ്റെ കണ്ണുനീർ സ്വർഗം അറിയുന്നു. റീബൽ ശന്തം റിഗല ഹസ്തിയ, നിൻ്റെ വിഷയത്തിന് മേൽ അവൻ കേരളത്തിൻ്റെ അധികാരികളോട് സംസാരിച്ചിട്ടുണ്ട്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ചില ജപ്തിയുടെ കടാവസ്ഥ ഭാരങ്ങൾ എങ്ങനെ ഞാൻ വീട്ടും, ഇത് വീട്ടുവാൻ എൻ്റെ കയ്യിൽ അതിനുള്ള ഫൈനാൻസ് ഇല്ല എന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിനക്കായി കർത്താവ് പുതുവാതിലുകളെ തുറന്നിരിക്കുക. അവൻ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. അവൻ ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് നിന്നോട് വ്യക്തി ജീവിതമേ, ദുഃഖിതരായി ഇരിക്കുന്ന വ്യക്തിഭീതമേ, പ്രിയ മാതാവേ, സഹോദരി, പ്രിയ പിതാവേ, അഭിഷിക്ത, നിനക്കായി അവൻ പുതുവഴികൾ തുറന്നിരിക്കുകയാണ്. എൻ്റെ കർത്താവ് നിൻ്റെ ദുഃഖത്തെ കണ്ട്, നിൻ്റെ കണ്ണുനീരെ കണ്ട് അവൻ മറികടന്നു പോകുന്ന ദൈവമല്ല. അവൻ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ അവൻ പരിഹാരം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ നമ്മുടെ ഭവനത്തിൽ വന്നാൽ നമ്മുടെ ഭവനത്തിന് സമാധാനവും സന്തോഷവും സമൃദ്ധിയും, അതുപോലെ ആ ദൈവം നമ്മുടെ ഭവനത്തിൽ കടന്നു വന്നാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവരെ ആദരിക്കുന്നവരായി, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുൾ ചെയ്യുന്നു. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, നിന്നെ വിടുവിക്കുന്നവനായ യഹോവ, നീ വിശ്വസിച്ചാൽ നീ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ അതിൻ്റെ മേൽ സൗഖ്യപ്പെടുത്തുന്ന യഹോവ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാവേ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെ ശിക്ഷിക്കുവാനല്ല, മനുഷ്യനെ നശിപ്പിക്കാനല്ല, അവൻ രക്ഷിപ്പാനാണ് അത്രേ വന്നത്. നിൻ്റെ രോഗങ്ങളെ മാറ്റുവാൻ, നിൻ്റെ ശാപങ്ങളെ മാറ്റുവാൻ, നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ, നിൻ്റെ കടഭാരത്തിന് പരിഹാരമുണ്ടാക്കുവാൻ, നീ ഏതെല്ലാം വിഷയം അഭിമുഖീകരിക്കുന്നുവോ അസമാധാനമില്ലാത്ത അവസ്ഥകളെ സമാധാനമുണ്ടാക്കാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. അതിനപ്പുറമായി ഈ ഭൂമിയിൽ പാപത്തിൽ കടന്ന ജനത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ നൽകിക്കൊണ്ട് പിതാവായ ദൈവം ലോകത്തോട് സ്നേഹം കാണിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ ആരോഹണത്തിന് കാലം തയ്യാറായപ്പോൾ
അവൻ യെരൂശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു. തനിക്കു മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനെ വട്ടം കൂടേണ്ടതിന് ശരമയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും തീ ഇറക്കി ഇവരെ നശിപ്പാൻ ഞാൻ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ പ്രാണനെ നശിപ്പാനല്ല, അവൻ രക്ഷിപ്പാനത്രേ വന്നത്. നമുക്ക് രക്ഷ നൽകുന്ന ഒരു കർത്താവിനെ, നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു കർത്താവിനെ, നമുക്ക് സമാധാനം പകരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ ദുഃഖിതരായി കരയുന്ന ചില സഹോദരിമാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പ്രിയ വ്യക്തി ജീവിതമേ, പ്രിയ സഹോദരി, നീ ആരുമില്ല എന്ന് പറഞ്ഞ് ദുഃഖിതരായി കരയുന്ന വ്യക്തി ജീവിതമേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്നെ വിടുവിക്കുന്നവനായ കർത്താവുണ്ട്. ലോകം മുഴുവനും നിന്നെ ഉപേക്ഷിച്ചാലും യേശു കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. കാരണം ആ യേശു നിനക്ക് വേണ്ടി, നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നിൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി, നിൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി, മാനവരാശിയുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിതനായി. അവൻ്റെ അവസാന തുള്ളി രക്തം അവൻ നമുക്ക് വേണ്ടി വിലയ്ക്ക് കൊടുത്തുകൊണ്ട്, അവൻ വില കൊടുത്തുകൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, ദുഃഖിതരായിരിക്കുന്ന വ്യക്തി ജീവിതമേ, അവൻ നീ ഭാരപ്പെടുന്ന ചില വഴികളുടെ മേൽ, ദുഃഖിതമായ വഴികളുണ്ട്, ഭാരപ്പെടുന്ന ചില വഴികളുടെ മേൽ അവൻ നിനക്കായി പുതുവാതിലുകളെ തുറന്നിരിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപത്തിനും സമാധാനം സമാധാനമെന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് യഹോവ അരുൾ ചെയ്യുന്നു. നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, നമുക്ക് സമാധാനം പകരുന്ന ദൈവം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതർക്കും തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. നമ്മളെ ആശ്വാസം വരുത്തുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകുന്ന ദൈവം. നിൻ്റെ പാപത്തിന് മോചനം കിട്ടണമോ? നീ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, യേശുവെ അങ്ങ് ആരാണെന്ന് എനിക്ക് കൂടുതലായി അറിയത്തില്ല. ഒരുപക്ഷെ യേശുവിനെ അറിയാത്ത വ്യക്തിയായിരിക്കാം ഇത് കേൾക്കുന്നത്. നീ ഒരു പാപിയായ മനുഷ്യനായിരിക്കാം. നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും നീ ഇരിക്കുന്നിടത്ത്, യേശുവെ, കർത്താവെ, അങ്ങേ കൂടുതലായി എനിക്കറിയത്തില്ല, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപത്തെ അവിടുന്ന് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അകൃത്യങ്ങൾ ഇന്നത് സംഭവിച്ചു പോയി, കർത്താവെ, നീ എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ, നിൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ആ പാപത്തെ മോചനം നൽകുവാൻ കഴിയുന്നവൻ എൻ്റെ കർത്താവ്. കാരണം അവൻ വെറുതെ മോചനം നൽകുന്നവനല്ല, അവൻ യാഗമായി മാറിയത് കൊണ്ടാണ് നിൻ്റെയും എൻ്റെയും മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തൻ്റെ ചുമരിൽ വഹിച്ചുകൊണ്ട് തൻ്റെ അവസാന തുള്ളി രക്തം മാനവരാശിക്ക് നൽകിക്കൊണ്ട് അവൻ നമുക്ക് പാപമോചനവും നിത്യജീവനും നേടുവാൻ അവൻ യാഗമായി മാറി. ആ കർത്താവ്, പ്രിയ വ്യക്തി ജീവിതമേ, നീ പാപിയായിരിക്കുന്നുവോ? നിന്നെ യേശു സ്നേഹിക്കുന്നു. യേശു വന്നത് നീതിമാനെ തേടിയല്ല വന്നത്, അവൻ പാപികളെ തേടി വന്ന കർത്താവ്. ഹല്ലേലൂയ. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്കും അവരുടെ ദുഃഖിതർക്കും തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്ന് ഞാൻ
അവരെ സൗഖ്യമാക്കുമെന്ന് യഹോവ അരുൾ ചെയ്യുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, നൽകപ്പെട്ട നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കണ്ണുനീരോടെ ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട്. കർത്താവെ, അവിടുത്തെ വചനം അത് അഴിച്ചാൽ അത് ക്രിയ ചെയ്ത് മടങ്ങി വരത്തുള്ളൂ. റാഷൽ ഹസ്തിയ കേട്ട വചനങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അത് സൗഖ്യമായി മാറട്ടെ, അനേകർക്ക് സമാധാനമായി മാറട്ടെ, അനേക വിടുതലായി മാറട്ടെ. ഒറ്റപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങൾക്ക് അത് ആശ്വാസമായി മാറട്ടെ. ദുഃഖിക്കുന്നവരെ വിടുവിക്കുന്നവനായ ദൈവത്തിൻ്റെ വചനം, ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, സമാധാനം പകരുന്ന ദൈവത്തിൻ്റെ വചനം, അതുപോലെ ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം, ആ ദൈവത്തിൻ്റെ വചനം കർത്താവ് കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളിലും അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ആരെങ്കിലും പാപത്തിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വചനം കേൾക്കുമ്പോൾ ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ, കേട്ട വചനം ഏറ്റെടുക്കുവാൻ, കർത്താവെ അവരുടെ ജീവിതത്തിൽ പാപമോചനം നേടുവാൻ, ആ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിലോട്ട് അടുത്ത് വരുവാൻ കേൾക്കുന്ന വ്യക്തിമണ്ഡലങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തണം. നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.